ഹായ് ഹലോ, ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. നിങ്ങളെ എല്ലാവരും ഒരുപാട് ആളുകളെ അലട്ടുന്ന ഒരു ബ്യൂട്ടി പ്രോബ്ലത്തിന് പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള പ്രശ്നമായിട്ട് നമ്മുടെ പാർലറിൽ ആളുകൾ വരാറുണ്ട്. അതായത് കഠിനമായ താരൻ, എത്ര ചികിത്സിച്ചിട്ടും അല്ല എത്ര ഒറ്റമൂലി ചെയ്തിട്ടും ഒന്നും മാറുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള താരൻ, വിട്ടുമാറാത്ത താരൻ, അതുപോലെ തന്നെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ, പല കാരണങ്ങൾ കൊണ്ട് തലയിൽ ചൊറിച്ചിലുണ്ടാകും. ഡ്രൈ സ്കാൽപ്പ് കൊണ്ടായിട്ടും അല്ലാണ്ടും ഒക്കെ ഒരുപാട് ആളുകൾ തലയിൽ ചൊറിച്ചിലായിട്ട് വരുന്നവരുണ്ട്. അതുപോലെ തന്നെ സെബോളിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള പ്രോബ്ലംസുമായിട്ട് വരുന്നവരുണ്ട്. അതുപോലെ പെയിൻ ശല്യം, കുട്ടികളിലൊക്കെ നിറയെ പെയിൻ ശല്യമായിട്ട് ആളുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നീമിന്റെ ഇലയാണ്. അതുപോലെ തന്നെ നമ്മൾ തുളസി ഇല എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ സമൃദ്ധിയായിട്ടുള്ള മുരിങ്ങയില, അതും നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കറ്റാർവാഴയുടെ ലീവ് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മളൊരു പായ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നീമിന് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ്. അതായത് നമുക്കുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ കവർ ചെയ്യാനായിട്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നീം നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പലതരം ബ്യൂട്ടി പ്രോഡക്ട്സിലൊക്കെ നീം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ തുളസി, നിങ്ങൾക്കറിയാം ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് തുളസി. അതുപോലെ മുരിങ്ങയില, ഇതിന്റെ ഒന്നും പ്രത്യേകിച്ച് ഗുണഗണങ്ങൾ ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ പാക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ വല്ലാണ്ട് വരണ്ട സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം ടീ ട്രീ ഓയിലും കൂടി മിക്സ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിലേക്ക് നീമിന്റെ ലീവ്സ് ഇട്ട് കൊടുക്കാം. ഒരു 2 പിടി നീമിന്റെ ലീവ്സ് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് തുളസിയുടെ ഇല, ഒരു പിടി മുരിങ്ങയുടെ ഇല. അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടുന്നത് നമ്മുടെ അലോവേറ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രഷ് അലോവേറ തന്നെ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ എത്രത്തോളം ഫ്രഷ് ആണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ അലോവേറ എടുത്തിട്ട് അതിന്റെ സൈഡിലെ വരപ്പ് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ചെത്തി നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും. അതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് അലോവേറയുടെ ജെല്ല്, ഇതുപോലെ ഫ്രഷ് അലോവേറയുടെ ജെല്ല് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മളിതിലേക്ക് അലോവേറയുടെ ജെല്ലും കൂടി മിക്സ് ചെയ്തു. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഗ്രൈൻഡ് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പാക്ക് പ്രത്യേകിച്ച് അരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിത് ഹെയറിലേക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മളിനി ഇത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്താൽ മതിയാവും. നല്ലൊരു ഹെയർ പാക്കാണ്. നമുക്ക് കാണാൻ കണ്ട നല്ല തിക്കായിട്ട് നമുക്കൊരു ഹെയർ പാക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലോണം പാർട്ടീഷൻ എടുത്ത് എല്ലാ ഹെയറിലും ആയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി, അതുപോലെ സ്കാൽപ്പിൽ നല്ലോണം കവർ ചെയ്യുകയും ചെയ്തിട്ട് നമ്മളിത് ഒരു അരമണിക്കൂർ നേരം വെച്ചേക്കും. അതിനുശേഷം പ്ലെയിൻ വാട്ടറിൽ നമ്മൾ വാഷ് ചെയ്ത് കളയും. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഷാമ്പൂ മറ്റു കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതൊരു ട്രീറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഷാമ്പൂ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം തന്നെ കസ്റ്റമറെ റെഡിയാക്കി ചെയറിലിരുത്തി അതിനുശേഷം ഈ നമ്മുടെ തലയിലുള്ള ഡാൻഡ്രഫ് ചെക്കിങ്, ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തലയിൽ കുറച്ചധികം താരനുണ്ട്. അപ്പോൾ നമ്മൾ ഈ താരൻ കളയാൻ വേണ്ടിയിട്ട് ഒരു ഹൈ ഫ്രീക്വൻസി കോമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ താരൻ മുഴുവൻ ആദ്യം ഇളക്കി കളയും. ഇതാണ് ഹൈ ഫ്രീക്വൻസി കോമ്പ്. നമ്മളിങ്ങനെ മുടി സെക്ഷനായിട്ട് തിരിച്ചിട്ട് ഓരോ ഏരിയയിലും നമ്മളെ ചീപ്പ് കൊണ്ട് നമ്മളുടെ താരനൊക്കെ ഒന്ന് ഇളക്കിയെടുക്കും. നമ്മളിവിടെ പാക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലും നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാൻ പോവാണ്. സ്കാൽപ്പിലേക്ക് നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കണം. അതോടൊപ്പം തന്നെ മുടിയുടെ എല്ലാ ഏരിയയിലും ഇത് കവർ ചെയ്യുകയും വേണം. കാരണം ഇത് പെയിനൊക്കെ ഉള്ളൊരു ഒറ്റമൂലിയാണ്. പെയിന്, ഗീരൊക്കെ ആയിട്ട് ഒത്തിരി പേര് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പറഞ്ഞ് പാർലറിൽ വരാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ചെയ്യാവുന്ന ഒരു ഒറ്റമൂലിയാണ്. അതുപോലെ സെബോളിക് ഡെർമറ്റൈറ്റിസ്, നമുക്ക് ഫംഗസ് ഉണ്ടാവുക, അതുപോലെ തന്നെ അവിടെ ഇവിടെങ്ങളിലൊക്കെ ചൊറിഞ്ഞ് തടിച്ച് വരിക, ചിലർക്കൊക്കെ ചെറിയ വ്രണം പോലെയൊക്കെ കാണാറുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് വളരെ ഫലപ്രദമാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. നമുക്ക് ഇനിയും നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമ്മളുടെ മുരിങ്ങയില ഒക്കെ ആൻറ്റി ഫംഗൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്.
അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. നമ്മൾ സ്കാൽപ്പിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ച്, അതുപോലെ തന്നെ മുടിയുടെ റൂട്ട് തൊട്ട് അറ്റം വരെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഹെന്ന ചെയ്യുന്ന പോലെ തന്നെ അത് സെറ്റ് ചെയ്ത് വെക്കും. കൊച്ചു കുട്ടികൾക്കും ഒക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. കാരണം ഇതിനകത്ത് യാതൊരുവിധ കെമിക്കലും അടങ്ങിയിട്ടില്ല. കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പായ്ക്ക് ഒരു അരമണിക്കൂർ നേരമൊക്കെ സ്കാൽപ്പിൽ വെച്ചാൽ മതിയാവും. കണ്ടമാനം നേരം വെച്ച് കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ നമുക്ക് നീരോ നീർക്കെട്ടുകളോ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ അരമണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. ചിലവരുടെ തലയിലൊക്കെ വല്ലാണ്ട് പെയിൻ ഉണ്ടാവും. ചെറിയ കുട്ടികളുടെയൊക്കെ തലയിൽ ഭയങ്കരമായിട്ട് പെയിൻ ശല്യം, വിട്ടുമാറാതെ പെയിൻ, എത്ര ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ വരാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. ആഴ്ചയിലൊന്ന് നമ്മൾ ഇതുപോലെ ഒരു പാക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതൊരു നല്ല ഹോം റെമഡിയാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ചിലവരൊക്കെ എത്ര കാലം കഴിഞ്ഞാലും ഈ മുടിയിലെ കൂടി എല്ലാം നിറയെ ഈര് ഉണ്ടാവും. അത് എത്ര കോമ്പ് ചെയ്താലും ചിലപ്പോൾ പോകണമെന്നുള്ള ഈ മുടിയിലെല്ലാം ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. ഇതൊക്കെ കളയാനായിട്ട് ഇതൊരു നല്ല ഒരു ഒറ്റമൂലിയാണ്. അതുപോലെ തന്നെ നര കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. ഒരു പരിധി വരെ മുടി കൊഴിച്ചിലിനും ഇത് നല്ലതാണ്. നമ്മളിപ്പോൾ ഈ മുടിയിലും സ്കാൽപ്പിലും നല്ലോണം നമ്മൾ ആ പായ്ക്ക് തേച്ച് പിടിപ്പിച്ചു. ഇതിനുശേഷം നമ്മൾ ഒരു അരമണിക്കൂർ നേരം ഇത് വെച്ചേക്കും. അപ്പോൾ തലയിൽ പെയിൻ ശല്യമൊക്കെ ഉള്ളവരാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ഹെന്ന ക്യാപ്പിട്ട് കവർ ചെയ്ത് വെക്കണം. ഇത് ഇങ്ങനെ കവർ ചെയ്ത് നമ്മൾ നീറ്റായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ചൊറിച്ചിലോ അല്ലെങ്കിൽ പെയിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പെയിനൊക്കെ പുറത്തേക്ക് ചാടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നമുക്കിങ്ങനെ ഹെന്ന ക്യാപ്പ് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഇറിറ്റേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്ത് നമുക്ക് വിടാവുന്നതാണ്. ഇങ്ങനെ ഈ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ആഴ്ചയിലൊരിക്കൽ ചെയ്യാൻ പറ്റും. അതുപോലെ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ചെയ്യാം. കാരണം ഇതിലൊരു കെമിക്കലും ഇല്ല. അപ്പോൾ നിങ്ങൾ വല്ലാണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഏതാണ്ട് ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം ആയി. അപ്പോൾ നമുക്കിത് വാഷിംഗ് ടൈം ആയി. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾ ആഴ്ചയിൽ ഒന്ന് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വക പ്രശ്നങ്ങൾ, ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള താരൻ്റെ പ്രശ്നം, പെയിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ സെബോളിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള പ്രോബ്ലംസ്, തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, ഇതിനൊക്കെ നല്ലൊരു പരിഹാരമാണ്. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. നമ്മളിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഇത് ഹെയർ വാഷ് ചെയ്തെടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഷാമ്പു ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസ്ക് മാത്രം അപ്ലൈ ചെയ്യാം. അല്ലാണ്ട് നമ്മളിവിടെ ഷാമ്പു യൂസ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഇത് ഡയറക്റ്റ് വാഷ് ചെയ്ത് കളയാണ്. ഇപ്പോൾ ഈ ഹെയർ നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ഈ സ്കാൽപ്പിലൊന്നും ഒട്ടും താരം കാണാനില്ലാണ്ടോ, നല്ല നീറ്റായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഒട്ടും താരനോ ഒന്നുമില്ല. നല്ല സ്കാൽപ്പ് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. മുടി നല്ല കണ്ടീഷനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികളൊക്കെ കണ്ടമാനം പേനും ഈരൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ തലയ്ക്ക് ഭയങ്കര കടി ചൊറിച്ചിലൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ കോസ്മെറ്റോളജി എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മളിവിടെ അതിൻ്റെ കോഴ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്യൂട്ടി സംബന്ധമായ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ ഞങ്ങൾ അതിന് മറുപടി തരുന്നതാണ്.
അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 ഞങ്ങൾ ഓൺലൈനിൽ ലൈവ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഞങ്ങളോട് നേരിട്ട് സംസാരിക്കാവുന്നതാണ്. താങ്ക് യു.